ഹായ് ഹലോ, ഞങ്ങൾ എന്താണ് പരിപാടി എന്നല്ലത്. അമ്മയ്ക്ക് നമുക്ക് കുറച്ച് കപ്പ ഒരാൾ തന്നു കണ്ടേ, എന്നെ ഒരാളൊന്നുമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാൽ കേട്ടോ. അപ്പം ഞങ്ങളത് അരിഞ്ഞ് കുറച്ച് ഉണങ്ങാൻ വെക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ അത് എടുക്കുകയാണ്. ആ കൂട്ടത്തിൽ കുറച്ച് നല്ലത് നോക്കി എടുത്ത് മാറ്റി വെക്കുക, നാളെ വേവിക്കാനും വേണ്ടിയിട്ട്. അതിന് മുമ്പേ കുറച്ച് കൊടുത്ത് അമ്മ വിട്ടായിരുന്നു. അത് ഞങ്ങൾ ദണ്ടിങ്ങനെ അരിഞ്ഞ് ഉണങ്ങി വെച്ചേക്കും. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പം പച്ചക്കപ്പയൊക്കെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകത്തില്ലേ. നമ്മൾ അടുത്ത ആണ്ടിലേക്ക് കപ്പയില്ലാത്ത സമയത്ത്, അതായത് മഴക്കാലമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ നമുക്ക് കപ്പയ്ക്കൊക്കെ ആവശ്യം ഒക്കെ നിന്നണമെന്നൊക്കെ മോഹം ഉദിക്കത്തില്ലേ, അന്നേരത്തേന് ഉണങ്ങി ഇങ്ങനെ വെക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചീരത്തൈകളും കൃഷികളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അമ്മ ആ പണി ചെയ്ത സമയത്ത് ഞാൻ വൈകിട്ട് വന്ന് ഇവിടെ കുറച്ച് ഗ്രോ ബാഗ് നിറയ്ക്കുകയോ എടുക്കുകയോ ഒക്കെയാണ്. ഇത് കണ്ടോ, നമ്മുടെ ചീരത്തൈകളൊക്കെ കിളിച്ചു. തക്കാളി, എല്ലാ ഈ നിൽക്കുന്ന തൈകളെല്ലാത്തിൻ്റെയും മദർ ഇതാണ്. ഈ ഇതിൽ നിന്നാണ്, ഈ നിൽക്കുന്ന ചീരയിൽ നിന്നാണ് ഞാൻ ഈ ചീരത്തൈകളെല്ലാം ആക്കിയെടുത്തേക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, എല്ലാ വർഷവും ഒരു മൂട് ചീര കളയത്തില്ല, കളയാതെ അവിടെ നിർത്തിയിരിക്കുക. എന്നിട്ട് കുറേശ്ശെ അതിൽ നിന്ന് അരി എടുത്ത് വെച്ച് ഇടുന്ന എല്ലാ മറ്റ് കൃഷികളൊക്കെ ചെയ്യാൻ നട്ടു വെക്കുന്ന ബാഗുകളെല്ലാം ഇത് കൊണ്ട് കുറേശ്ശെ ഇട്ട് കേട്ടോ. ഈ കൊല്ലയുടെ മൂട്ടിലും ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും, കാരണം ചീര നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിഴുതെടുക്കുമല്ലോ. കണ്ടോ നിറഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ പിരിച്ച് നടാൻ സമയമായി. ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ഞാൻ ഇരുന്ന് ഗ്രോ ബാഗ് നിറയ്ക്കുക. ഞാൻ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ എന്തോ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്നറിയാം, കരിയില വാരി വെക്കുക. കരിയില വാരി വെച്ചിട്ട് മണ്ണ് കുറച്ചേ എടുത്തുള്ളൂ. കോഴിക്കാഷ്ടവും ചാണകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് നിറയ്ക്കുന്നത്. എൻ്റെ കൊല്ല കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ. കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ കൊല്ലം ഞാൻ മേടിച്ച് വെച്ച ഇവിടെ നട്ട് വളർത്തി ഇങ്ങനെ കായ്പ്പിച്ചെടുത്തൊന്നുമല്ല. ഞാനിത് കടയിൽ നിന്ന് മേടിച്ച് വെച്ച കേട്ടോ. നിങ്ങളെ ഇല്ലേ പറ്റിക്കുന്ന പോലെ ആയിപ്പോൾ കേട്ടോ. എനിക്ക് ചിരി വരും. ഞാൻ ഓർത്ത് ആദ്യം പറയണ്ട, വലിയ തള്ളണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഓർത്ത് നമ്മുടെ പ്രേക്ഷകരെ പറ്റിച്ചിട്ട് എന്ത് കാണിക്കാനാ. ഇവിടെ കൊല്ലത്തൈകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാവേൽ ചക്കയായി തുടങ്ങി. ഇവിടെയൊക്കെ ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചക്ക കേട്ടോ. ഞങ്ങൾക്ക് തന്നെ ഒരു 3-4 പ്ലാവുണ്ട്, വരിക്കയുണ്ട്, കൂഴയുണ്ട്. ഇതൊരു കൂഴപ്ലാവ്. ഇത് നമ്മുടെ നേരെ മുറ്റത്ത്, അടുക്കള മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു കൂഴപ്ലാവാണ്. അപ്പം അതിൽ ചക്ക നമുക്ക് ആവശ്യത്തിനുണ്ട്. ഞാൻ പുതിയ കോവലിൻ്റെ തൈ നട്ട് കേട്ടോ. ഞാൻ പഴയ ലോങ് വീഡിയോയിലൊക്കെ ഉണ്ട്, നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്കോട്ട് വന്നാൽ വലിയ കോവൽ അത് നിറച്ച് കായ്ക്കുന്നതും ഞാൻ 2-3 കിലോ കോവയ്ക്ക പറിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ അതങ്ങോട്ട് കയറുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷം ആയില്ലേ അത് മുരടിച്ച് പോയതാണ്.